ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വീഡിയോ ഫുള്ളായി കാണുക, കണ്ട് നിങ്ങൾ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാക്കാനൊന്നുമില്ല. ഒരു കോഴിക്കറിയാണ്, ഒരു ഔഷധമുള്ള ഒരു കോഴിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ വീഡിയോയിലേക്ക് പോവാം. പോണതിന്റെ മുമ്പായിട്ട് ഒരു കാര്യം പറയാണ്. ഈ കോഴിയുടെ മുട്ടയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ആ നമ്പറും കോണ്ടാക്റ്റും കൊടുക്കുകയാണ്. ഇത് എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. അത് എൻ്റെ ഒരു കൂട്ടുകാരനും എൻ്റെ ഒരു നാട്ടുകാരനും കൂടിയായിട്ടാണ് ഇവിടെ വളർത്തുന്നത്. എൻ്റെ നാട്ടിൽ തന്നെ കിട്ടുന്ന ഒരു സാധനം തന്നെയാണത്. ഈ കോഴി മുട്ടയിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്, കോഴി സെയിൽ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ഈ നമ്പർ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. എന്നെ അറിയാവുന്നവർ ഈ നാട്ടിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലും കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ വരും വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ കരിങ്കോഴി, നല്ല പെട്ടക്കന കരിങ്കോഴിയാണ്. അപ്പൊ നമ്മൾ ഇതൊന്ന് റെഡിയാക്കി സെറ്റാക്കിയിട്ട് വരാം. വരും പോവാം. അപ്പൊ നമ്മുടെ പെട്ടക്കന മച്ചാനെ പെട്ടക്കന കോഴിനെ നമ്മള് ഒന്ന് റെഡിയാക്കി ഒന്ന് കട്ട് ചെയ്യണത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കോഴിനെ കൊന്നു നമ്മൾ ചുടുവെള്ളത്തിൽ ഈ കൂടെയൊക്കെ വലിച്ചു കളയാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഈസി ആയിട്ട് വലിച്ചു കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തിളച്ച ചുടുവെള്ളത്തിൽ ഇതിൽ മുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ പൂടയും ഇതൊക്കെ വരും. അപ്പോൾ കോഴി ചുടുവെള്ളത്തിൽ മുക്കി ഞാനും എൻ്റെ അച്ഛനും കൂടി ഇതൊന്ന് കോഴിൻ്റെ ഈ പൂടയൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ വരും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചുടുവെള്ളത്തിൽ മുക്കിയത്. കാലിൽ കെട്ടഴിക്കട്ടെ. ഇതങ്ങനെ ഈസി ആയിട്ട് വരും. അപ്പോൾ എന്നെ സഹായിക്കാൻ എൻ്റെ അച്ഛനും കൂടി ഉണ്ട്. ചെറുതായി മഴയും വന്നു തുടങ്ങി. ഇതങ്ങനെ ഈസി ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചുടുവെള്ളത്തിൽ മുക്കിയത്. അപ്പോൾ നമ്മുടെ കോഴി ഈ പൂടയൊക്കെ കളഞ്ഞ് ഒന്ന് സെറ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തീയിലൊന്ന് കാച്ചി ഈ ചെറിയ പൂടകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കരിക്കി ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കണം. നല്ല മഴ പുറത്ത്. അപ്പോൾ വെളിയിലുള്ള തീ ഒന്ന് കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഗ്യാസിൽ തന്നെ, നമ്മുടെ വീട്ടടുപ്പിൽ ഗ്യാസിൽ തന്നെ ഇതൊന്ന് കത്തിച്ചൊന്ന് കരിക്കി റെഡിയാക്കി എടുക്കണം. ഈ ചെറിയ പൂടയൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തീയിൽ കാട്ടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നന്നായി കരിക്ക് എടുത്തിട്ട് വന്നു കഴിഞ്ഞു. ഈ ചെറിയ ഈ പൂടകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായി ഗ്യാസിൽ കരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇവനെ ഒന്ന് കുളിപ്പിച്ച് എടുക്കണം. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞു നന്നായി ഒന്ന് ഈ കോഴിനെ ഇവനെ ഒന്ന് നന്നായി കുളിപ്പിച്ചെടുക്കുക. ഒഴിച്ചോളി അളിയനാണ് നമ്മുടെ വെള്ളം ഒഴിച്ച് തരുന്നത്. കരിങ്കോഴി ആയതുകൊണ്ട് എത്ര തന്നെ നമ്മൾ എന്തെന്നിട്ട് സോപ്പിട്ട് കഴുകിയാലും കറുപ്പ് കളറേ ഉണ്ടാവുള്ളൂ. കരിങ്കോഴിക്ക് നല്ല ഔഷധമാണ്. ഇത് ഇടയ്ക്ക് ഓരോന്ന് കഴിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കരിങ്കോഴി നമ്മൾ മുട്ടയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആ നമ്പർ കോണ്ടാക്റ്റ് ഇട്ട് തരാം. കരിങ്കോഴിയും കോഴിമുട്ടയും ആവശ്യമുള്ളവർ ആ നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമ്മുടെ ഇതൊരു സുഹൃത്താണ് വളർത്തുന്നത് ഈ കോഴി. അപ്പോൾ അവൻ്റെ നിന്നാണിത് മേടിച്ചത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതിൻ്റെ മുട്ട ഔഷധമുള്ളതാണ്, കോഴി ഔഷധമുള്ളതാണ്. ഇതിൻ്റെ ബ്ലഡ് വരെ ലേശം കറുപ്പ് കളറാണ്. നമ്മൾ കട്ട് ചെയ്യാണ്. ഓരോ വെട്ടും ഭയങ്കര ബലമാണ്. അതുകൊണ്ട് ഈ
മുട്ടിയിൽ തട്ടിയിട്ടേ സാധനം വരണില്ല. ഇത് രണ്ടാക്കി കീറി. ഇത് എറപ്പട്ടാന്നോ വയറെന്നോ എന്തൊക്കെയോ പറയും, പക്ഷേ എനിക്ക് തന്നെ വളരെ വ്യക്തമല്ല. എന്തായാലും നമ്മളത് ക്ലീനാക്കി കഴിക്കാൻ പോവാണ്. അപ്പോൾ അതാ നമുക്ക് വെട്ടിവെച്ചത്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോറിലല്ല ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. കരിങ്കോഴി നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള അടുക്കളയിൽ തന്നെയാണ്. നമ്മളെ സഹായിക്കാൻ എൻ്റെ സ്വന്തം പെങ്ങൾ ഉണ്ട്. അപ്പോൾ അടുപ്പ് കത്തിക്കാൻ നമ്മുടെ ചേച്ചി റെഡി. ഉഷാറായി. എന്തായാലും ഇനി എന്താ ചേച്ചി ഒഴിക്കേണ്ടത്? വെളിച്ചെണ്ണ അല്ലേ? ആ, വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നല്ല ശുദ്ധമായ നമ്മുടെ വീട്ടിൽ തെങ്ങിൽ തേങ്ങയിട്ട് അത് ഉണക്കി ചെക്കിലാട്ടി ശുദ്ധമായ നല്ലെണ്ണയാണ്. നല്ലെണ്ണയല്ല, സോറി, വെളിച്ചെണ്ണ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ചേച്ചി? സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കരിവേപ്പില, ഇത് കുരുമുളകും പെരിഞ്ചീരകവും ചതച്ചതാണ് അല്ലേ അത്? അപ്പൊ ഫസ്റ്റ് എന്താ ഇടണ്ടത്? നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, സവാള ഇടാം അല്ലെ നമുക്ക്? അപ്പൊ സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ 2 കിലോ കോഴിയാണ് ഉള്ളത്, 1.5 കിലോ ഇറച്ചിയുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 4 സവാള ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് പൊടിയുപ്പ് ചേർത്തി കൊടുക്കണം അതിൻ്റെ കൂടെ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് സ്പീഡായിട്ട് ബ്രൗൺ കളർ ആവും. നമ്മളെ ചേച്ചി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനാണ് ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ചേച്ചി സഹായിക്കണം. നമ്മൾ കഴുകി വെച്ച ചിക്കൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കഴുകി വെച്ച പാത്രത്തിൽ നിന്ന് കുക്കറിലേക്ക് ഇടുകയാണ്. കുറച്ച് മഞ്ഞപ്പൊടിയും കല്ലുപ്പും ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഒരു 5-6 വിസിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി, കല്ലുപ്പ് കുറച്ച്, ആവശ്യത്തിന് പറഞ്ഞാൽ കുറച്ച്, നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് കല്ലുപ്പ് ഇടുക, വേവിക്കുക നന്നായിട്ട്. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് തിരുമ്പി എല്ലാത്തിലും ഒന്ന് ആവണ പോലെ സെറ്റാക്കുക. വെറുതെ ജസ്റ്റ് വേകുമ്പോൾ എല്ലാത്തിലും ആയിക്കോളും. ഒന്ന് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ടൊന്ന് റെഡിയാക്കത്. ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുക്കറിലെ വിസിലിതാ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നു. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണത്, അത് ഇടണം നമ്മൾ. അടുത്തത് നമ്മൾ അതൊന്ന് പച്ചമുളകൊക്കെ പോയി നമ്മൾ പെരിഞ്ചീരകവും കുരുമുളകും ഒന്ന് ചെറുതായിട്ട് ചതച്ച് വെച്ചതാണത്. അടുത്ത നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഒരു 2 സ്പൂണ് ഇട്ട് കൊടുക്കുക. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗരം മസാല ഒരു 2 സ്പൂൺ കൂടി ഇട്ട് കൊടുക്കണം. ഓക്കെ, നമ്മൾ കുക്കറിലെ വിസിൽ ഏകദേശമൊക്കെ പോയി. ഇതൊന്ന് എടുത്ത് തുറന്ന് നോക്കാൻ പോകണം. ഒരു പിടിയില്ല, അതുകൊണ്ട് നമ്മളിവിടെ എക്സ്ട്രാ പിടി വെച്ച് കുക്കറിൻ്റെ അത് പൊട്ടിപ്പോയി. അപ്പോൾ നമ്മളിത് ഒരു പിടിയില്ല, എന്തായാലും അത് പൊട്ടിപ്പോയതാണ്. അപ്പോൾ ഇത് തുറന്നു. വാ, എന്തായാലും കരിങ്കോഴി അടിപൊളിയായി വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആഹാ, നമ്മളെ എപ്പോഴും പോലെ അങ്ങോട്ട് പൂ പോലെ വെന്തിട്ടുണ്ട്. ഇതാ അടാടാടാടാടാ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇടാൻ പോകണമായിരിക്കും. മസാലക്കൂട്ടിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കൻ എടുത്തിടുകയാണ്. നമ്മൾ ഇറച്ചി വേവിച്ച ആ വെള്ളം തന്നെ ഒഴിച്ചു, ഒന്ന് തിളപ്പിച്ചാണ്. തിള വന്നു. നമ്മളൊന്ന് കുരുമുളകൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ലൈറ്റായിട്ട് ഒന്ന് മേലാലെ തൂവി കൊടുക്കാം.
ഒന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കണം അതിന് മേലെ. കഴിഞ്ഞു, ഫിനിഷിംഗ് ആണ്. നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ കറി എല്ലാം സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആർക്കും വീഡിയോൻ്റെ ഉമ്മർത്ത് വരാൻ നാണക്കേടാണ്. നമ്മളപ്പോൾ അങ്ങനെ ഇതാ ചപ്പാത്തി, ഒരു 2 ചപ്പാത്തി വെച്ചു. കുറച്ച് ഇത് ചോറാണ്, നമുക്ക് പിന്നെ എടുക്കാം ചോറ്. അപ്പോൾ ഒരു 2 കഷ്ണം ഇറച്ചിയും കൂടി വെച്ചിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം. വായിൽ കപ്പൽ ഓടുണ്ടാവും, അത്രയും വെള്ളം വരുന്നുണ്ട്. അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മണമുണ്ട്, അടിപൊളിയായിരുന്നു കറി, സൂപ്പറായിരുന്നു, പൊളി. നന്നായി വെന്തിട്ടുണ്ട്, നല്ല വേവാണ്. ഇതും കുറച്ച് ചപ്പാത്തിയും കൂടി എടുക്കുക, ഈ ഗ്രേവി ഇങ്ങനെ പിടിക്കുക, എടുത്ത് ഇതാ ഞങ്ങൾ പൊളി, സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് അടിച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീണ്ടും കൂടി ഞാൻ പറയാണ്, ഈ കോഴിയോ കോഴിമുട്ടയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ പോയി കോൺടാക്ട് ചെയ്യുക, വിളിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.